നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും 142 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതായി എൻഫോഴ്സ്മെന്റ് കോടതിയിൽ അറിയിച്ചു. 2023 നവംബറിൽ കേസിൽ 751.9 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുവരെ വരുമാനമുണ്ടാക്കിയെന്നും ഇവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലവിലുണ്ടെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു. സ്വാതി സന്തോഷ് ചേരുന്നു. സ്വാതി, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത്? നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ നേരിട്ട് തന്നെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിന് പിന്നാലെ ഈ വാദം ഇത് സംബന്ധിച്ച് പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ഇ ഡി ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് 142 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇരുവരും ചേർന്ന് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള വരുമാനം അത് സ്വരൂപിക്കുകയും അത് കൈവശം വെച്ചുകൊണ്ട് വീണ്ടും കള്ളപ്പണം വെളുപ്പിച്ചതായും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ രൂക്ഷമായ ആരോപണം ഇപ്പോൾ ഇ ഡി ഉന്നയിച്ചിട്ടുണ്ട്. 2023 നവംബറിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാഷണൽ ഹെറാൾഡിന്റെ ഏകദേശം 751.9 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇന്ന് റൌസ് അവന്യൂ കോടതിയിൽ ഈ വാദം കേൾക്കവെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഇ ഡി ഇത് കണ്ടുകെട്ടുന്നത് വരെ, ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് വരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വരുമാനം ഇരുവരും ആസ്വദിച്ചിരുന്നുവെന്നും ഇരുവരും അത് ഉപയോഗിക്കുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇ ഡി കോടതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബം, അതോടൊപ്പം തന്നെ ഈ സാം പിട്രോഡ, സുമൻ ദുബെ എന്നിവർക്കുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് പ്രഥമ ദൃഷ്ട്യാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് 142 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നിപ്പോൾ ഇ ഡി കോടതിയിൽ ആരോപിക്കുന്നത്. സ്വാതി, ഈ ട്രസ്റ്റ് ഇവരുടെ പേരിലേക്ക് വരുന്നു. അത് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും മറ്റ് 2-3 പേരും കൂടെ ചേരുന്ന സാം പിട്രോഡ അടക്കമുള്ളവർ ചേരുന്ന ട്രസ്റ്റിലേക്ക് വരുന്നു. അത് അവർ കൈകാര്യം ചെയ്യുന്നു. അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട് എന്ന് ഇ ഡിക്ക് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസുണ്ട്, അതായത് വലിയ ഏതാണ്ട് 2500 കോടി രൂപയുടെ സ്വത്ത് ഇവർ 50 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ പേരിലേക്ക് മാറ്റി എന്ന് പറയുന്ന ഒരു കേസ് അവിടെ നിലനിൽക്കുന്നു. അതിനപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന, ഇവരുടെ ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് വന്നതിന് ശേഷം ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ വിലക്കുണ്ടോ? ഏത് രീതിയിലാണ് ഇവർ ഈ വരുമാനം, കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? നിലവിൽ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട 661 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി പിടിച്ചെടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെയൊക്കെയും കുറ്റപത്രം സമർപ്പിക്കുകയും ഈ റൌസ് അവന്യൂ കോടതിയിൽ ഈ കുറ്റപത്രത്തിൽ തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയെയും സാം പിട്രോഡ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഉടമസ്ഥതയിലുള്ള ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ യങ് ഇന്ത്യയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റമായിരുന്നു ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടന്ന വാദത്തിലാണ് നിരവധിയായിട്ടുള്ള കുറ്റങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. 142 കോടി രൂപ ഈ കുറ്റകൃത്യങ്ങളിലൂടെ കണ്ടെത്തിയ വരുമാനത്തിൽ നിന്ന് തന്നെ 142 കോടി രൂപ ഇവർ നേട്ടമായി ഉണ്ടാക്കി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും ലഭിച്ചിട്ടുള്ള വരുമാനം കൈവശം വെക്കുന്ന സമയത്ത് തന്നെ ഈ കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇ ഡി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തന്നെ ഫെഡറൽ ഏജൻസിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ആണ് ഇന്ന് 2023 നവംബറിൽ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട ഏകദേശം 751.9 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുന്നത് വരെ തന്നെ ഇവർ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിരുന്നുവെന്ന തരത്തിൽ ആരോപിക്കുന്നത്. ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉന്നയിക്കുമ്പോൾ പോലും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇന്ന് ഈ വാദം പുരോഗമിക്കുമ്പോൾ കൃത്യമായും ഇ ഡി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവർക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസിൽ ഇവർ പ്രഥമ ദൃഷ്ട്യാ നിലവിൽ കേസ് എടുത്തിട്ടുണ്ടെന്നടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച വാദം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമി.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ നിരവധി തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നു, നിരവധി വാദങ്ങൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നു. വാദം ഇപ്പോഴും റോസ് അവന്യൂ കോടതിയിൽ തുടരുകയാണ്. സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.